കാലത്ത് തന്നെ നിങ്ങളൊരു ചേര പുരാണം നടത്തിയാണെന്ന് ആലോചിക്കുക. കാരണം അപ്രതീക്ഷിതമായി വന്നപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ കാണുന്ന ആളിനാണ് ആൾ ഇവരെ പിടിച്ചുകൊണ്ടിരിക്കുക. ആ രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് ഇന്നത്തെ എൻ്റെ വീട്ടിലത്തെ അതിഥി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിലെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണ്. അതിഥി ആകുമ്പോൾ വല്ലപ്പോഴും വരികയല്ലേ ചെയ്യുക. ഇത് അന്തേവാസി എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അസല് ചേരിയ ഇതിൻ്റെ എണ്ണയുണ്ട് കേട്ടോ, നല്ല വലിപ്പമുള്ളത്. എന്താ ഞാനിപ്പോൾ അത്ര ക്യാമറേൻ്റെ അടുത്ത് വന്നിട്ടും അത് പ്രതികരിക്കുന്നില്ല. കാരണം ആ ഹോളിൽ നിന്ന് അതിനെന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. തവളയാ, ഓന്താ, അല്ലെങ്കിൽ മറ്റ് പാമ്പുകളുടെ കുട്ടികളാ, എന്ത് വേണേയാവാം. സാധാരണ രീതിയിൽ നമ്മൾ ഈ പരിസരത്ത് വന്ന ചേര ഓടിപ്പോവുക പതിവുണ്ട്. ഞാൻ തൊട്ടരുത്തത് ക്യാമറ കാണിച്ചിട്ട് വരെ അവരറിയുന്നില്ല. കണ്ടോ, എനിക്ക് നല്ല തൊട്ടാൽ പോലും അറിയില്ല. കണ്ടോ തൊട്ടപ്പോൾ അതിനെന്തൊരു ചെറിയൊരു സ്പന്ദനം കിട്ടി. കണ്ടോ, എന്തോ തൊടുണ്ടെന്ന് മനസ്സിലായി. ശല്യപ്പെടുത്തണ്ട, കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ എല്ലാം മറന്നുകൊണ്ട് കഴിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകതയാവാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ അറിയാം വിഴുങ്ങിയത് എന്തിനാണെന്നുള്ളത്. കാരണം ഒരു ഉണ്ട പോലെ എൻ്റെ ശരീരത്തിൽ നിന്ന് വന്നിട്ട് അത് പുറത്തേക്ക് വരും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവരെ ശല്യപ്പെടുത്തരുത്, കൊല്ലരുത്. കാരണം ചേര നമ്മളുടെ ശത്രുവല്ല, ഒരു പാമ്പും നമ്മുടെ ശത്രുവല്ല, ചേര ഒട്ടുമല്ല. കാരണം നമ്മുടെ എലികളെ നശിപ്പിക്കാനും നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് പാമ്പിന് വലിയൊരു പങ്കുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. കണ്ടോ, അവനുള്ളിലേക്ക് കയറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ അടുത്ത് ഇവിടെ മൂർഖനൊക്കെ ഉണ്ട്. ഞാനൊന്നും ചെയ്യാറില്ല. ഇവിടെയൊക്കെ വന്ന് കിടക്കണം കാണാം. ഞാൻ ഒന്നിനും ഉപദ്രവിക്കാറില്ല. ഇതാണ് ഇന്നത്തെ ചേര പുരാണം. വന്നു തുടങ്ങിയിട്ട് എൻ്റെ തല പുറത്തേക്ക് വന്നു. അവനെ പോയി. അവൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. തലെടുത്ത് പോയി.